നമസ്കാരം. PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിലെ മൂന്നാം പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2023 നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ്. ആദ്യം നവംബർ 1 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് എന്നാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കുക. പറ്റുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് മാത്രം എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അടുത്തത്, ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്? ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. കേരള അക്കൗണ്ടന്റ് ജനറലായി ഉത്തർപ്രദേശ് സ്വദേശി അദൂർവ സിൻഹ ചുമതലയേറ്റു. കേരള അക്കൗണ്ടന്റ് ജനറലായി ഉത്തർപ്രദേശ് സ്വദേശി അദൂർവ സിൻഹ ചുമതലയേറ്റു. അപ്പോൾ ഈ മൂന്നെണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും കൂടി നമുക്ക് നോക്കാം. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മൾ റിവിഷൻ ചെയ്യുന്ന പോലെ മനസ്സിൽ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിക്കാം. എന്താണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതെന്നാണ്? ഓഗസ്റ്റ് 23. പിന്നെ ഇസ്രായേലിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്കാരെ മടങ്ങി വരാനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതി ഏത് ഓപ്പറേഷനാണ്? ഓപ്പറേഷൻ അജയ്. കേരള അക്കൗണ്ടന്റ് ജനറലായി ഉത്തർപ്രദേശ് സ്വദേശി ആരാണ്? അദൂർവ സിൻഹയാണ് ചുമതലയേറ്റത്. അടുത്തത്, ന്യൂസിലൻഡിൻ്റെ പ്രധാനമന്ത്രിയായി കൺസർവേറ്റീവ് നേതാവായ ക്രിസ്റ്റഫർ ലെക്സൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസിലൻഡിൻ്റെ പ്രധാനമന്ത്രിയായി കൺസർവേറ്റീവ് നേതാവായ ക്രിസ്റ്റഫർ ലെക്സൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസിലൻഡിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ക്രിസ്റ്റഫർ ലെക്സൺ. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ എന്നിവർ നിയമിതരായി. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ എന്നിവർ നിയമിതരായി. അടുത്തത്, സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കോ ബാങ്ക്. ഇന്ത്യയുടെ സ്വാതിക് സായ്രാജ്, റെങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ലോക ബാഡ്മിൻ്റൺ ഡബിൾസിൽ 1ാം റാങ്ക്. നമ്മൾ സ്പോർട്സിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതായിരുന്നല്ലേ ഇത്. എന്താണ്? സ്വാതിക് സായ്രാജ്, റെങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിനാണ് ലോക ബാഡ്മിൻ്റൺ ഡബിൾസിൽ 1ാം റാങ്ക്. അപ്പോൾ ഇവർ ഏത് കളിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ബാഡ്മിൻ്റൺ ആണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രേഷ്ഠ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ശ്രേഷ്ഠ. പിന്നെന്താണ്? സ്വാതിക് സായ്രാജ്, റെങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ബാഡ്മിൻ്റൺ ആണ്. ലോക ബാഡ്മിൻ്റൺ ഡബിൾസിൽ 1ാം റാങ്ക്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് അല്ലേ, കോ ബാങ്ക്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് MT വാസുദേവൻ നായർക്കാർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. MT വാസുദേവൻ നായർ. ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ പ്രശസ്തയായ മഹ്സ അമീനിക്ക് മരണാനന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം എന്നും കൂടി നമുക്ക് നോക്കാം. ആർക്കാണ്? മഹ്സ അമീനിക്ക് മനുഷ്യാവകാശ പുരസ്കാരം. ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ പ്രശസ്തയായ മഹ്സ അമീനിക്ക് മരണാനന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയൻ മനുഷ്യാവകാശ പുരസ്കാരം.
രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിൽ ഉയർത്തി. എത്രയാ ഉയരം? 418 അടിയാണ് ഉയരം. 418 അടി. അപ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയാണ്? പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിലാണ്. പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിലാണ്. 418 അടിയാണ് ഉയരം. ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ മധുരൈ ടി.എൻ. ശേഷഗോപാലനെ തിരഞ്ഞെടുത്തു. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ മധുരൈ ടി.എൻ. ശേഷഗോപാലനെ തിരഞ്ഞെടുത്തു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആയി പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ നിയമിതനായി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ആരാണ്? വ്യോമമിത്ര. ഇമ്പോർട്ടൻ്റ് ആണ്. വ്യോമമിത്ര നമുക്കറിയാം അല്ലേ? ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട് ഏതാണ്? വ്യോമമിത്ര. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ മലയാളിയായ സിദ്ധാർത്ഥ ബാബു സ്വർണ്ണ മെഡൽ നേടി. സിദ്ധാർത്ഥ ബാബു ഏഷ്യൻ പാരാ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ചൈനയിൽ കേട്ടോ. ചൈനയിലാണ് നടന്നത്. അപ്പോൾ ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ ഷൂട്ടിങ്ങിലാണ് സിദ്ധാർത്ഥ ബാബു സ്വർണ്ണ മെഡൽ നേടിയത്. അശോക് ഗാഡ്ഗിൽ, സുബ്ര സുരേഷ് എന്നീ ഇന്ത്യൻ വംശജർക്ക് അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ചു. ആർക്കൊക്കെയാണ്? അശോക് ഗാഡ്ഗിൽ, സുബ്ര സുരേഷ് എന്നീ ഇന്ത്യൻ വംശജർക്ക് അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ചു. മലയാളിയായ പ്രിയ നായർ ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിന്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായി. ആരാണ്? പ്രിയ നായർ. മലയാളിയായ പ്രിയ നായർ ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിന്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായി. 37ാമത് ദേശീയ ഗെയിംസിന് എവിടെയാണ്? ഗോവയിൽ തുടക്കമായി. അപ്പം 37ാമത് നാഷണൽ ഗെയിംസ് എവിടെയാണ്? ഗോവ. 2023 ഇമ്പോർട്ടൻ്റ് ആണ്. 37ാമത് നാഷണൽ ഗെയിംസ് എവിടെയാണ്? ഗോവ. ഇനി 14ാമത് JC ഡാനിയൽ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. 14ാമത് JC ഡാനിയൽ പുരസ്കാരങ്ങൾ. മികച്ച സിനിമ എന്നാതാൻ കേസുകൊട്, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. എന്നാതാൻ കേസുകൊട് മികച്ച സിനിമ. മികച്ച നടൻ ആരാണ്? കുഞ്ചാക്കോ ബോബൻ. അതുതന്നെ എന്നാതാൻ കേസുകൊട്. മികച്ച നടി മഞ്ജു വാര്യർ, ആയിഷ വെള്ളരിപ്പട്ടണം. മികച്ച സംവിധായകൻ അറിയിപ്പിലെ മഹേഷ് നാരായണാണ്. അറിയിപ്പ് മഹേഷ് നാരായണൻ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. സ്വഭാവ നടൻ സുധീർ കരമന. പുലിയാട്ടം. സ്വഭാവ നടൻ സുധീർ കരമന. സ്വഭാവ നടി പൗളി വിൽസൺ. സ്വഭാവ നടി ആരാണ്? പൗളി വിൽസൺ. മികച്ച ബാലനടൻ പി ആത്രേയ. മികച്ച ബാലനടൻ പി ആത്രേയ. മികച്ച ബാലനടി ദേവനന്ദ GB. മാളികപ്പുറത്തിലെ ദേവനന്ദ GB ആണ് മികച്ച ബാലനടി. ഓക്കെ, ഇത്രയും പേര് ഓർത്തിരിക്കണം. ഒന്നും കൂടി നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. 14ാമത് JC ഡാനിയൽ പുരസ്കാരത്തിലെ മികച്ച സിനിമ എന്നാതാൻ കേസുകൊട്, മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി മഞ്ജു വാര്യർ, മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, സ്വഭാവ നടൻ സുധീർ കരമന, സ്വഭാവ നടി പൗളി വിൽസൺ, മികച്ച ബാലനടൻ പി ആത്രേയ, മികച്ച ബാലനടി ദേവനന്ദ GB. അടുത്തത് ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ലയായി ഏത്? കാസർഗോഡ് ജില്ല. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ലയായി മാറിയത് ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ്. ഔദ്യോഗിക വൃക്ഷം ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. പുഷ്പം പെരിയപോളത്താലിയാണ് ഔദ്യോഗിക പുഷ്പം. പക്ഷി വെള്ളവരയൻ കടൽ പരുന്ത്. ഔദ്യോഗിക മൃഗം ശുദ്ധജല ആമയായ കാൻഡോസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിലാണ്. കാൻഡോസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ അതൊരു ശുദ്ധജല ആമയാണ്. അപ്പം എന്താണ്? വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം
എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡാണ്. വൃക്ഷം കാഞ്ഞിരം. പുഷ്പമേതാ? പെരിയ പോളത്താലി. പിന്നെയോ പക്ഷി വെള്ളവരയൻ കടൽ പരുന്ത്. മൃഗം കാൻഡോസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ബിഷൻ സിംഗ് ബേദി അന്തരിച്ചു. ബിഷൻ സിംഗ് ബേദി ഏതാണ്? ക്രിക്കറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ബിഷൻ സിംഗ് ബേദി അന്തരിച്ചു. ഹാസ്യകവി ഗൗരീശഭട്ടം ശങ്കരൻ നായർ അന്തരിച്ചു. ഇംഗ്ലണ്ടിന്റെ ഇതിഹാസ ഫുട്ബോൾ താരം ബോബി ചാൾട്ടൺ അന്തരിച്ചു. 1966 ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നു ആര്? ബോബി ചാൾട്ടൺ. ഇംഗ്ലണ്ടുകാരനായിരുന്നു ബോബി ചാൾട്ടൺ. ചൈനീസ് മുൻ പ്രധാനമന്ത്രി ലീ കെയ് ചാങ് അന്തരിച്ചു. ലീ കെയ് ചാങ് ചൈനീസ് മുൻ പ്രധാനമന്ത്രിയായിരുന്നു ലീ കെയ് ചാങ്. പ്രശസ്ത ചലച്ചിത്ര താരം കുണ്ടറ ജോണി അന്തരിച്ചു. ചലച്ചിത്ര താരമാണ് കുണ്ടറ ജോണി. അപ്പോൾ നമ്മൾ നവംബർ 1 PSC ബുള്ളറ്റിനാണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിനു മുമ്പുള്ള പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ 1-2 പാർട്ട് കാണാത്തവരാണെങ്കിൽ അതും കാണുക. നമുക്ക് എല്ലാ മാസത്തെ 2023 ഫുൾ ഇതേപോലെ പഠിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല കേട്ടോ, കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നമ്മൾ നോക്കണം. ഓരോ ടോപ്പിക് വൈസ് സിലബസിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തിരിച്ച് നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസ് എന്ന നിലയിൽ നമ്മൾ PSC ബുള്ളറ്റിനിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും പിന്നെ 2023 ഫുൾ ആയിട്ട് കേരളമായി റിലേറ്റ് ചെയ്ത് ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ PSC ബുള്ളറ്റിനുണ്ട്. അപ്പോൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നവംബർ 15 എന്തൊക്കെയാണ് നോക്കാം. മികച്ച ബാലൻഡിയോർ പുരസ്കാരമാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബാലൻഡിയോർ പുരസ്കാരം. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരമാർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. പുരുഷ ഫുട്ബോൾ താരം മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സി. വനിതാ വിഭാഗത്തിൽ സ്പാനിഷ് താരമായ എയ്റ്റാന ബോൺ മാർട്ടിയാണ് ജേതാവ്. വനിതാ വിഭാഗത്തിൽ ആരാണ്? സ്പാനിഷ് താരമാണ് കേട്ടോ. എയ്റ്റാന സ്പാനിഷ് ഡിലൈറ്റ് ഒക്കെ 80 ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ എയ്റ്റാന ബോൺ മാർട്ടിയാണ് ജേതാവ്. പിന്നെയോ മികച്ച സ്ട്രൈക്കർക്കുള്ള പുരസ്കാരം ആർക്കാണ്? എർലിൻ ഹാളണ്ടും. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം എമിലിയാനോ മാർട്ടിസനും നേടി. ഒന്നും കൂടി നമുക്ക് നോക്കാം. മികച്ച പുരുഷ ഫുട്ബോൾ താരം 2023 ബാലൻഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. വനിതാ വിഭാഗത്തിൽ സ്പാനിഷ് താരമായ എയ്റ്റാന ബോൾ മാർട്ടിയും. പിന്നെയോ മികച്ച സ്ട്രൈക്കർ ആരാണ്? എർലിൻ ഹാളണ്ടും. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിസനും. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനുള്ള പുരസ്കാരം വിനീഷ്യസ് ജൂനിയർ നേടി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ടീം ഏതാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ടീം. FC ബാഴ്സലോണയാണ് മികച്ച വനിതാ ടീം. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സ്വെല്ലിനാണ്. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ഓസ്ട്രേലിയൻ താരമായ ഗ്ലെൻ മാക്സ്വെൽ. 40 പന്തുകളിലാണ് സെഞ്ചുറി പൂർത്തിയാക്കുന്നത്. അപ്പോൾ 40 പന്തുകളിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത്. ആരാണ്? ഓസ്ട്രേലിയൻ താരമായ ഗ്ലെൻ മാക്സ്വെൽ. അടുത്തത് ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ നീന്തൽ താരമായ സജൻ പ്രകാശ് കേരളത്തിൻ്റെ പതാകയേന്തി. ഇപ്പം നമ്മൾ കഴിഞ്ഞ നവംബർ 1 ഇതിൽ പഠിച്ചില്ലേ, ദേശീയ ഗെയിംസ് എവിടെയാണ്? ഗോവയിലാണ്. 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവയാണ്. അതിൽ നീന്തൽ താരമായ സജൻ പ്രകാശാണ് പതാകയേന്തിയത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റായി K മാധവൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. IBDF ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് K മാധവൻ. പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സമഗ്ര സാഹിത്യ പുരസ്കാരം കഥാകൃത്തായ ടി പത്മനാഭനാണ് ലഭിച്ചത്. എന്ത്? പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സമഗ്ര സാഹിത്യ പുരസ്കാരം.
പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ സമഗ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭന്. ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി മാറിയത് ഏതാണ്? മലപ്പുറമാണ് കേട്ടോ. ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം. സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പാണ് മികച്ച വകുപ്പ്. മികച്ച വകുപ്പ് ഏതാണ്? സാമ്പത്തിക സ്ഥിതി വിവര കണക്കാണ് കേട്ടോ. സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പാണ് മികച്ച വകുപ്പ്. അപ്പോൾ ജില്ല മലപ്പുറം, വകുപ്പ് സാമ്പത്തിക സ്ഥിതി വിവര കണക്ക്. ഓക്കെ, എന്തിൻ്റെയാണിത്? ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരം. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. ഓപ്പറേഷൻ ചക്ര 2 സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസിന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ്. കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസ്. ആർക്കാണ്? നന്ദിനി ദാസ് കേട്ടോ. ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസിന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ്. കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകം. അപ്പോൾ പുസ്തകം ആരുടേതാണ് എന്ന രീതിയിൽ ഓർത്തു വയ്ക്കണേ. കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകം ആരുടേതാണ്? നന്ദിനി ദാസ് കേട്ടോ. നന്ദിനി ദാസ്. എന്താ ലഭിച്ചത് നന്ദിനി ദാസിന്? ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഭാഷാചരിത്ര പണ്ഡിതനും നിരൂപകനുമായ ഡോക്ടർ S.K. വസന്തന്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ S.K. വസന്തൻ. എഴുത്തച്ഛൻ പുരസ്കാരം, അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ നമ്മൾ 2-3 വർഷവും കൂടി പിന്നിൽ നിന്ന് പഠിക്കണം. 2021 മുതലെങ്കിലും നമ്മൾ പഠിക്കണം കേട്ടോ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഭാഷാചരിത്ര പണ്ഡിതനും നിരൂപകനുമായ ഡോക്ടർ S.K. വസന്തന്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, കേരള സർക്കാർ പദ്ധതി ചോദിക്കാറുണ്ടല്ലേ. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ചതാണ് കെടാവിളക്ക്. റോബർട്ട് ഫിക്കോ സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരത്തിലേക്ക്. സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരത്തിലേറി. നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ പടയുടെ വെസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡിംഗ് ഓഫീസറായി മലയാളിയായ റിയർ അഡ്മിറൽ CR പ്രവീൺ നായർ ചുമതലയേറ്റു. വെസ്റ്റേൺ ഫ്ലീറ്റ് കേട്ടോ. പടിഞ്ഞാറൻ കപ്പൽ പടയുടെ കമാൻഡിംഗ് ഓഫീസർ ആരാണ്? CR പ്രവീൺ നായർ. പടിഞ്ഞാറൻ കപ്പൽ പട വെസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റത് CR പ്രവീൺ നായർ. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടായ താരമായി ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടായ താരം ആരാണ്? ഏഞ്ചലോ മാത്യൂസ് ആണ്. ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് ആണ്. അനുവദനീയമായ സമയത്തിനുള്ളിൽ ക്രീസിലെത്തി മത്സരത്തിന് തയ്യാറാകാത്തതിലാണ് പുറത്തായത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടായ താരമാരാണ്? ഏഞ്ചലോ മാത്യൂസ് ആണ്. ശ്രീലങ്കക്കാരനാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ഹീരാലാൽ സാമരിയ സ്ഥാനമേറ്റു. ഹീരാലാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായി സ്ഥാനമേറ്റത് ഹീരാലാൽ സാമരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ് ഹീരാലാൽ. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഹീരാലാൽ. ആദ്യ ദളിത് വിഭാഗക്കാരനുമാണ്. ഇലോൺ മസ്കിന്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. ഇലോൺ മസ്കിന്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് കേട്ടോ. ഗ്രോക്ക് നമ്മളിപ്പോൾ പഠിച്ച ഈ നവംബറിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി കേരള പുരസ്കാരങ്ങൾ 2023. കേരള ജ്യോതി പുരസ്കാരം
ടി പത്മനാഭൻ. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭൻ. കേരള പ്രഭ പുരസ്കാരം ആർക്കൊക്കെയാണ്? സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് എം ഫാത്തിമ ബീവി, ജസ്റ്റിസ് റിട്ടയർഡ് എം ഫാത്തിമ ബീവിക്കും. കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യകൃഷ്ണമൂർത്തിക്കുമാണ്. ഒന്നും കൂടി നോക്കാം. കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭൻ, കേരള പ്രഭ പുരസ്കാരം എം ഫാത്തിമ ബീവി, സൂര്യകൃഷ്ണമൂർത്തി. ഇനി കേരള ശ്രീ പുരസ്കാരം ആർക്കൊക്കെയാണ്? സാമൂഹ്യ സേവന മേഖലയിൽ പുനലൂർ സോമരാജൻ, സാമൂഹ്യ സേവന മേഖലയിൽ പുനലൂർ സോമരാജൻ. ആരോഗ്യ മേഖലയിൽ ഡോക്ടർ ബി പി ഗംഗാധരൻ, ആരോഗ്യ മേഖലയിൽ ഡോക്ടർ ബി പി ഗംഗാധരൻ. വ്യവസായ വാണിജ്യ മേഖലയിൽ രവി ഡി സി, വ്യവസായ വാണിജ്യ മേഖലയിൽ ആർക്കാണ്? രവി ഡി സി. സിവിൽ സർവീസ് മേഖലയിൽ കെ എം ചന്ദ്രശേഖർ, കലാസംഗീതം രമേശ് നാരായൺ. നോടി നോക്കാം. കേരളശ്രീ പുരസ്കാരം സാമൂഹ്യ സേവന മേഖലയിൽ പുനലൂർ സോമരാജൻ, സാമൂഹ്യ സേവന മേഖലയിൽ ആർക്കാണ്? പുനലൂർ സോമരാജൻ. ആരോഗ്യ മേഖലയിൽ ഡോക്ടർ ബി പി ഗംഗാധരൻ. വ്യവസായ വാണിജ്യ മേഖലയിൽ രവി ഡി സി, വ്യവസായ വാണിജ്യ മേഖലയിൽ രവി ഡി സി. സിവിൽ സർവീസ് മേഖലയിൽ കെ എം ചന്ദ്രശേഖർ. കലാസംഗീതം രമേശ് നാരായണൻ. അടുത്തത് ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ 8ാമത് കേസരി നായനാർ പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ കെ ഷാഹിനയ്ക്കാണ് ലഭിച്ചത്. ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ 8ാമത് കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ കെ ഷാഹിന. ഫ്രണ്ട്സ് എന്ന TV പരമ്പരയിലൂടെ പ്രശസ്തനായ നടൻ മാത്യു പെറി അന്തരിച്ചു. TV പരമ്പരയായിരുന്നു ഫ്രണ്ട്സ്. ആ TV പരമ്പരയിലൂടെ പ്രശസ്തനായ നടനാണ് മാത്യു പെറി. എഴുത്തുകാരിയും സംഗീതജ്ഞയുമായ പത്മശ്രീ പ്രൊഫസർ ലീല ഓംചേരി അന്തരിച്ചു. പത്മശ്രീ പ്രൊഫസർ ലീല ഓംചേരി എഴുത്തുകാരിയും സംഗീതജ്ഞയുമായിരുന്നു. കവിയും അധ്യാപകനുമായിരുന്ന പട്ടിലേത്ത് ഗോപിനാഥൻ നായർ അന്തരിച്ചു. മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കവിയായിരുന്നു പട്ടിലേത്ത് ഗോപിനാഥൻ നായർ, പി ഗോപിനാഥൻ നായർ. ഹാസ്യ കലാകാരനും നടനുമായ കലാഭവൻ ഹനീഫ് അന്തരിച്ചു. കലാഭവൻ ഹനീഫ് ഹാസ്യ കലാകാരനും നടനും ആയിരുന്നു. ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളൂ. 2023 നവംബർ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുള്ളൂ. ഇതിലെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 2-3 തവണയെങ്കിലും ഈ ക്ലാസ് കേട്ട് പഠിക്കുക. കണ്ട് പഠിക്കാൻ പറ്റുന്നവരായി കണ്ട്, എഴുതി പഠിക്കാൻ പറ്റുന്നവരാണ് എഴുതിയും കൂടി പഠിക്കുക കേട്ടോ. ഇപ്പോൾ കേരളപ്രഭ, എഴുത്തച്ഛൻ അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്